ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് രാജമ്മ മസാലക്കറിയാണ്. കിഡ്നി ബീൻസിൻ്റെ മസാലക്കറി. അപ്പോൾ അതിനുണ്ടാക്കുവാനായിട്ട് 1 കപ്പ് രാജമ്മ തലേദിവസം കുതിർത്തെടുത്തതാണ്. ഒരു 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം പ്രഷർ കുക്ക് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള രാജമ്മയുടെ കുതിർത്തെടുത്തതിന് ശേഷം ഒരു കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. അതിലോട്ടൊരു 3 കപ്പ് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് വേണം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഉപ്പ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് എല്ലാം കൂടെ ഇട്ട് ഒന്ന് മൂത്തതിന് ശേഷം അതിലോട്ട് ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് സവാള ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചോ പേസ്റ്റ് ആക്കിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചതച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വഴന്നതിന് ഇതിനകത്തൊരു കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്കുള്ള മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലിപ്പൊടിയും എരിവുള്ള മുളക് പൊടിയും ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാലയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ അടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 2 മീഡിയം സൈസ് ടൊമാറ്റോയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുവാൻ പോകുന്നത്. മസാല അധികം മൂത്ത് പോകാൻ ഇടയ്ക്കിച്ച് വെള്ളം തളിച്ച് കൊടുക്കാവുന്നതാണ്. ഒരു 2 മീഡിയം സൈസ് ടൊമാറ്റോ മിക്സിയിലിട്ട് അടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നമുക്ക് അടച്ചു വെച്ച് ഇത് നല്ലതായിട്ട് എണ്ണ തെളിയുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മളുടെ പ്രഷർ കുക്ക് ചെയ്യാൻ വെച്ച രാജമ്മ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഇനി നമുക്ക് മസാല നോക്കാം. മസാല നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലോട്ട് നമുക്ക് രാജമ്മ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വെന്ത് വന്ന രാജമ്മ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ കുറുകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം, പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അല്ലെങ്കിൽ മിക്സിയിൽ കുറച്ചെടുത്തൊന്ന് അടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനിയും അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്കിനിയും കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കാൻ ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കുകയാണ്. ഉണങ്ങിയ ഉലുവയുടെ ഇലയാണ്. അപ്പോൾ അതിന് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലോട്ട് ഇനി ഒരു ടീസ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ രാജമ്മ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രാജമ്മ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ബാസ്മതി ചോറിൻ്റെ കൂടെ ഇത് കോമ്പിനേഷനാണ്.
ചപ്പാത്തിയുടെ കൂടെയും കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കണം. നല്ല പ്രോട്ടീനൊക്കെയുള്ള ഒരു കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.